الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقناهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير. പ്രിയമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് തഖ്വ നിറഞ്ഞ ആളുകളായി, മുത്തഖീങ്ങളായി, മുഅ്മിനീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ അടിയാറുകളിൽ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കാലാവസ്ഥ സാധാരണ നമ്മുടെ നാട്ടിൽ ഉള്ള അതേ സ്വഭാവത്തിലും രൂപത്തിലുമൊക്കെ കടന്നു വന്നിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ പ്രതീക്ഷിച്ചതുമാണ്. കാലാവസ്ഥയെ നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ താമസിക്കുന്ന നാട്ടിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് ചൂടും തണുപ്പും എല്ലാം പ്രത്യേകം മാസങ്ങളിൽ അത് നമ്മൾ സ്ഥിരമായി കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയും അനുഭവിച്ചുകൊണ്ട് പോകുന്നവരാണ്. അതുകൊണ്ട് ഇത്തരം കരണ്ട് പോകുമ്പോഴും അതേപോലെ വെള്ളമില്ലാതെ വരുമ്പോഴും ഒക്കെ ഉള്ള പ്രയാസങ്ങൾ അത് സ്വയം മനസ്സിലാക്കി ഓരോരുത്തരും പ്രവർത്തിക്കണമെന്ന് പ്രത്യേകമായ ഈ സാഹചര്യത്തിൽ എല്ലാവരോടും ഉണർത്തുകയാണ്. അതുകൊണ്ട്
കുറേ പ്രയാസങ്ങൾ നമുക്കുണ്ടാവും. ഇപ്പം മൈക്കിലൂടെ നമ്മൾ കേൾക്കുന്ന ആ ഒരു ശബ്ദ മാധുരി നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇപ്പം നമ്മുടെ നിയ്യത്തും കാര്യവും ഒക്കെ ജുമായിൽ പങ്കെടുക്കുക, അതിൽ ഉപദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് കൂരിരുട്ടാണെങ്കിലും പോലും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അവസരങ്ങൾ ഏത് രീതിയിലാണോ ആ രീതി നമ്മൾ ഉപയോഗിച്ച് ക്ഷമയോടുകൂടിയും എല്ലാം മനസ്സിനെ നിയന്ത്രിച്ചും ഒക്കെ മുന്നോട്ട് പോകണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രതികൂലമായ കാലാവസ്ഥയെ നമുക്ക് അനുകൂലമാക്കി അള്ളാഹു നൽകുമാറാവട്ടെ. ഈ പ്രത്യേകമായ കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് ഈ കൊല്ലം കാലാവസ്ഥ കടന്നു വരുമ്പോൾ കുറച്ചുകൂടി രൂക്ഷത, തീവ്രത നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കാറ്റിലൂടെയൊക്കെ. കാറ്റ് സാധാരണ മഴക്കാലത്ത് മഴ നിർത്താതെ നിന്നു പെയ്യാറുണ്ട്. അങ്ങനെ അത് ഒരാഴ്ചയോ 2 ആഴ്ചയോ നീണ്ടു നിന്നത് മാറുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, ഒരു പ്രത്യേകമായ കാറ്റോടുകൂടിയുള്ള മഴയാണ്. ആ കാറ്റിലും മഴയിലും വളരെ വലിയ നാശനഷ്ടങ്ങൾ, മരണങ്ങൾ വരെയും നമ്മൾ കേൾക്കുന്നു പല നാടുകളിലും. അത്തരം അപകടങ്ങളിൽ നിന്ന് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ എല്ലാവരെയും, വേണ്ടപ്പെട്ടവരെയും, കുടുംബാംഗങ്ങളെയും, നമ്മുടെ അയൽപക്കങ്ങളെയും, നമ്മുടെ നാടിനെയും എല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്ക് ഇതിലെല്ലാം അത് അള്ളാഹു ഖൈറാക്കി തരുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ സാന്ദർഭികമായി നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം, ദുൽഹിജ്ജ മാസം കടന്നു വന്നിരിക്കുകയാണ്. ദുൽഹിജ്ജ മാസം കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ, അതിലൊരു രണ്ടാമത്തെ ദുൽഹിജ്ജ 2 ഇനി 8 ദിവസങ്ങൾ മാത്രമേ അതിലുള്ളൂ. അപ്പോൾ ആ ദിനങ്ങൾ വളരെ വലിയ മഹത്വവും പ്രാധാന്യവും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ദുൽഹിജ്ജ 10 സംബന്ധിച്ച് ഖുർആനും അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആയുസ് കുറവുള്ള ഒരു സമൂഹമാണ് നമ്മൾ ജീവിക്കുന്ന സമൂഹം. വളരെ കുറഞ്ഞ ആയുസ്സേ നമുക്ക് ഉള്ളൂ മുൻഗാമികളെ അപേക്ഷിച്ച്. മുൻഗാമികൾക്കൊക്കെ വളരെ ദീർഘമായ ആയുസ്സായിരുന്നു അവർക്കുണ്ടായിരുന്നു. ആയുസ് മാത്രമല്ല, ആരോഗ്യവും ഉള്ളവരായിരുന്നു. ഇപ്പോൾ ആദ് ജനതയെ അള്ളാഹു നശിപ്പിച്ച രീതി പറയുന്നത്, അവരെ വെട്ടിയിട്ട പൊഴുകി വീണ ഈത്തപ്പന തടി പോലെ അവർ മറിഞ്ഞു വീണുവെന്നാണ്. എന്ന് പറഞ്ഞാൽ അത്രയും പൊക്കവും ഉയരവും ആരോഗ്യവാന്മാരുമൊക്കെ ആയിരുന്നു അവരെ ആ രീതിയിലാണ് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മുൻഗാമികളുടെ ആയുസ്സുകൾ, ഇപ്പം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധന സമൂഹം, ആ കാലം ഖുർആൻ എടുത്തു പറയുന്നത് 1050 കൊല്ലം കുറഞ്ഞുകൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം നടത്തിയെന്ന, അതായത് 950 കൊല്ലക്കാലം. അപ്പോൾ ആയുസ് എത്രയാണ് എന്ന് നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാവുന്നത്. അപ്പോൾ അത്രയും ദീർഘമായ ആയുസ്സാണ്. പക്ഷേ നമ്മുടെ ഈ സമൂഹത്തിന് ആയുസ് വളരെ കുറവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70, എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണ് എന്നാണ്. അപ്പോൾ വളരെ കുറവാണ്. അതിൽ തന്നെ എന്തെല്ലാം പ്രയാസങ്ങളാണ് നമുക്ക് ഉള്ളത്. രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ ഒട്ടനവധിയാണ്.
നമ്മൾ തന്നെയും ഓരോ തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിക്കുന്നവർ. നമുക്കറിയാം, ഇപ്പോൾ കൊറോണ കാലം വന്ന ഘട്ടത്തിൽ നമ്മുടെ പള്ളികൾ പൂട്ടിയിടേണ്ടി വന്നു. ആരാധനകളൊക്കെ വിശാലമായി നല്ല രീതിയിൽ നിർവഹിച്ചു കൊണ്ടിരുന്ന ആരാധനകൾക്കൊക്കെ മുടക്കം സംഭവിച്ചു. വീടുകളിലൊക്കെ ഒരു പരിധിയും ഒക്കെ ഉണ്ടല്ലോ, അത് ചെയ്തില്ലെങ്കിൽ ഇല്ല, ആ ഒരു സ്വഭാവത്തിലായിരിക്കും പലരും കഴിഞ്ഞു പോയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ വീഴ്ചകളൊക്കെ പുറത്തു തരുമാറാവട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയുസ് കുറവാണ് എങ്കിലും ചില പ്രത്യേകമായ സമയങ്ങളും ദിനങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മറികടക്കുവാൻ ഈ ഉമ്മത്തിനെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന്. ഈ ഉമ്മത്തിനെ ആ രീതിയിൽ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, റമദാൻ മാസം പിന്നെ ആ ഒരു മാസം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് എത്രയാ പ്രതിഫലം, എത്ര പ്രതിഫലമാണ് അതിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ഓരോ നന്മയ്ക്കും പിന്നെ 10 ഇരട്ടി നന്മയാണ് എങ്കിൽ റമദാനിൽ അത് 700 ഇരട്ടി വരെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുകയും, അതുമാത്രമല്ല ആ റമദാനിൽ തന്നെയും ഒരു രാത്രി, നമുക്കറിയാം ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ, നമ്മുടെ എല്ലാം ആയുസ്സിനപ്പുറം പ്രതിഫലം ലഭിക്കുന്ന തരത്തിൽ അള്ളാഹു ആ രാത്രിയെ നമുക്ക് മാറ്റി തന്നിട്ടുമുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് നമുക്കെല്ലാം ലഭിക്കുന്ന 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠം. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ, അതായത് 82 വർഷത്തിലധികം. നമ്മുടെയൊക്കെ ആയുസ് ഈ പറഞ്ഞതുപോലെ 60-നും 70-നും ഇടയിലാണ് എങ്കിൽ ഇത് 82 വർഷക്കാലം നമ്മുടെ നിശ്ചയിക്കപ്പെട്ട ആയുസ്സിനപ്പുറം നമുക്ക് പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ അവസരം, അള്ളാഹു നൽകിയിട്ടുള്ള ഇത്തരം ഓഫറുകൾ നമ്മൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത്. പക്ഷെ പലർക്കും അറിയില്ല ഈ ദുൽഹജ്ജ് 10-ന്റെ പ്രാധാന്യം. ദുൽഹജ്ജ് ആദ്യത്തെ 10 ദിനങ്ങളുടെ പ്രാധാന്യം പലരും എന്തു ചെയ്യുകയാണ്, മറന്നു പോവുകയാണ്, വിസ്മരിച്ചു പോവുകയാണ്. അതിൻ്റെ പ്രാധാന്യം അറിയില്ല. ഇപ്പോൾ റമദാൻ വരുമ്പോൾ നമ്മളൊക്കെ ഒരുങ്ങാറുണ്ട്, തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട, ഒരുങ്ങേണ്ട, മാറിയിരിക്കേണ്ട, ആരാധനാ കർമ്മങ്ങൾ കൂടുതൽ നിർവഹിക്കേണ്ട ഒരു സമയമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, സൂറത്തുൽ ഫജ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് വൽ ഫജ്രി വലയാലിൻ അശ്ർ. ആ വലയാലിൻ അശ്ർ 10 രാത്രികൾ തന്നെ സത്യം. ആ 10 രാത്രികൾ എന്ന് പറയുന്നത് ഈ ദിനങ്ങളെ സംബന്ധിച്ചാണ് എന്ന് പല പ്രമുഖരായ മുഫസ്സിരിങ്ങളും ഖുർആൻ വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ അത് നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളതാണ്. വല്ലയാലി അശ്ർ എന്ന് പറഞ്ഞാൽ അൽ മുറാദു ബിഹ അശ്റു ദിൽഹിജ്ജ കമാ ഖാല ഇബ്നു അബ്ബാസിൻ വ ഇബ്നു സുബൈർ വ മുജാഹിദിൻ വ ഗൈർ വാഹിദിൻ മിനസ് സലഫി വൽ ഖലഫ്. അദ്ദേഹത്തിൻ്റെ തഫ്സീർ ഇബ്നു കസീറിൽ അദ്ദേഹം പറയുകയാണ്, അതായത് ഈ ലയാലി അശ്ർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അശ്ർ ദുൽഹിജ്ജയാണ്, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ് എന്ന് പ്രമുഖരായ സ്വഹാബിമാർ, ആരെപ്പോലെ കമാ ഖാല ഇബ്നു അബ്ബാസിനെ പോലെ, അതേപോലെ ഇബ്നു സുബൈറിനെ പോലെയുള്ള, മുജാഹിദ് റളിയല്ലാഹുവിനെ പോലെയുള്ള, അതേപോലെ ഗൈർ വാഹിദിൻ, അവരെ കൂടാതെ മിനസ് സലഫി വൽ ഖലഫ്, മുൻഗാമികളും പിൻഗാമികളായ പണ്ഡിതന്മാർ ഒക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് പോലെ ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ് എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. നമ്മളിത് കേട്ടിട്ട് എന്താ ചെയ്യേണ്ടത്, അത് ചെയ്യണം. നമ്മൾ കൂടുതൽ അമലുകളിൽ വ്യാപൃതരാവണം. നമുക്കറിയാമല്ലോ, അമലുകൾ ചെയ്യാനുള്ള അവസരം നമുക്ക് അല്ലാഹ് നൽകുന്ന ഒരു അവസരമാണ്. നമുക്ക് ഇവിടെ കേൾക്കാനും പ്രവർത്തിക്കാനും ആരോഗ്യവും അതേപോലെ തൗഫീഖും ഒക്കെ ഉണ്ട്. അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് ആരോഗ്യവും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മാറിയിരുന്ന് കൂടുതൽ നമ്മൾ
കുറച്ച് മാറ്റം വരുത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു കൂടുതൽ ചെയ്യാൻ നമ്മൾ ഈ അവസരം പ്രയോജനപ്പെടുത്തണം. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിനങ്ങളെക്കുറിച്ച് അയ്യാമി മഅലൂമാത്ത്, നിശ്ചയിക്കപ്പെട്ട ദിനം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിശ്ചയിക്കപ്പെട്ട ദിനം എന്ന് പറഞ്ഞു. ലിയഷ്ഹദു മനാഫിയ ലഹും, ഈ ഹജ്ജിൻ്റെ ഇത് പറയുന്ന ഹജ്ജിന് വിളംബരം ചെയ്യാം. വാദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹു ഇത് പറയുന്നത് ലിയഷ്ഹദു മനാഫിയ ലഹും വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖ്നാഹും മിൻ ബഹീമത്തിൽ അൻആം ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. അവിടെ അള്ളാഹു പറയുകയാണ് ലിയഷ്ഹദു മനാഫിയ ലഹും. ഈ വരാൻ പറഞ്ഞല്ലോ, വിളിച്ചല്ലോ, അള്ളാഹു വിളിച്ചു, നിങ്ങൾ വരാൻ. വാദിൻ ഫിന്നാസ് ബിൽ ഹജ്ജ്, ഹജ്ജിന് വരെ തീർത്ഥാടനം നടത്താൻ പറഞ്ഞു. എന്തിനു വേണ്ടിയാണ്? ലിയഷ്ഹദു മനാഫിയ ലഹും, അവർക്ക് പ്രയോജനകരമായ രംഗങ്ങളിൽ സന്നിഹിതരാകുവാനും. വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അവിടെ അള്ളാഹു എടുത്തു പറയുന്ന അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിനങ്ങൾ. അറിയപ്പെട്ട ദിനങ്ങൾ ഏതാ? ഇതുപോലെ ഈ പറയപ്പെട്ട ദിനങ്ങളാണ്. നമുക്കറിയാം യൗമു തർവിയ ഒക്കെ വരുന്നത്. യൗമു തർവിയ അതായത് ദുൽഹജ്ജ് 8, യൗമു അറഫ, അതേപോലെ യൗമുൻ നെഹർ, യൗമുൽ ഖർറ് എന്ന് പറയുന്ന ദുൽഹജ്ജ് 11, പിന്നെ അയ്യാമു തശ്രീഖ് 11, 12, 13 ദിനങ്ങളൊക്കെ, അതൊക്കെ കൂടിച്ചേർന്നതാണിത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? കൂടുതൽ ഇത് ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ സ്മരിക്കുക. വയദ്കുറു സ്മല്ലാഹി, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട്, ഫി അയ്യാമി മഅലൂമാത്ത്, ഈ നിശ്ചയിക്കപ്പെട്ട ഈ നിശ്ചിത ദിനങ്ങളിൽ, അലാ മാ റസഖ്നാഹും മിൻ ബഹീമത്തിൽ അൻആം, അതായത് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നൽകപ്പെട്ട കന്നുകാലികളുണ്ടല്ലോ, അതിനെ ബലി നൽകുവാനും ഒക്കെ വേണ്ടിയാണ്. എന്നിട്ട് ഫകുലൂ മിൻഹ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും, വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, അതിൽ നിന്ന് ഫഖീറിനും ബായിസിനും, അതായത് ബായിസ് എന്ന് പറഞ്ഞാൽ പരവശനും അഥവാ മിസ്കീനിനും ഒക്കെ അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഉലഹിയത്ത് കർമ്മവും ഒക്കെ ആയിട്ടൊക്കെ ഇത് ബന്ധപ്പെടുന്നുണ്ട്. നമ്മുടെ നാടുകളിൽ ഉലഹിയത്ത് കർമ്മത്തിന് സാധിക്കുന്നവർ, അതിന് സൗകര്യപ്പെടുന്നവർ, അതിന് സാമ്പത്തിക നില ഒക്കെ കൈവരിച്ചവർ ഈ ഒരു മഹത്തായ കർമ്മത്തിന് മുന്നോട്ട് വരണം എന്നുകൂടിയുള്ള കൽപ്പനകൾ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അയ്യാമി മഅലൂമാത്ത് എന്ന് പറഞ്ഞു. ഇനി അതേപോലെ തന്നെ ഈ 10 ദിനങ്ങളുടെ ശ്രേഷ്ഠത വിവരിക്കുന്ന ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ ആശിർ ഫഖാലു യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ് فقال ولا الجهاد في سبيل الله إلا رجل خرج بنفسه وماله فلم يرجع من ذلك بشيء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി, ഇത്രമേൽ അല്ലാഹു സൽക്കർമ്മങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു ദിനങ്ങളില്ലെന്ന്. ഇത്രമേൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു ദിവസങ്ങളില്ല. അപ്പോൾ നബിയോട് ചോദിക്കുകയാണ്. ഫഖാലു, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും വലുതാണോ അത്? ജിഹാദിനേക്കാളും ശ്രേഷ്ഠതയുള്ളതാണോ ഈ ദിനങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി എന്താണ്? അതെ, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള, നമുക്കറിയാം ജിഹാദ് നമ്മൾ കേട്ടിട്ടുണ്ട്, വലിയ ഒരു പരിശുദ്ധമായ ഒരു പ്രവർത്തനമാണ്. ജിഹാദിന് പല രൂപങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ പടിയാണ്, ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് യുദ്ധം എന്ന് പറയുന്നത്. ആ യുദ്ധത്തിൽ രക്തസാക്ഷിയാവുക എന്നുള്ളതൊക്കെ ഏറ്റവും വലിയ സ്വർഗത്തിൽ ലോകത്തിൽ ഏറ്റവും ഉന്നതമായ പദവികൾ അവർക്കാണ് എന്നാണ്. ഉയർന്ന സ്ഥാനം സ്വർഗത്തിൽ രക്തസാക്ഷികൾക്കാണ്. ഓരോരുത്തർക്കും അതവർക്ക് പ്രത്യേകിച്ച് 100 പദവികളുണ്ടെന്ന്. രക്തസാക്ഷികൾക്ക് 100 പദവികളാണ്. അതിൽ ഓരോന്നും
പിന്നെ ആകാശഭൂമികളോളം വ്യത്യാസമുണ്ട് എന്നാണ്. ആ പദവികളുടെ ഏറ്റവും വലിപ്പ ചെറുപ്പം വ്യത്യാസം എന്ന് പറയും. അപ്പോൾ ആ ജിഹാദ്, ആ ജിഹാദിനേക്കാളും വലുതായ പിന്നെ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലമുള്ളതാണ് ആ ദിവസം എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്നിട്ട് പറഞ്ഞു, അതിനോട് അനുബന്ധമായി പറഞ്ഞു, ഇല്ലാ റജുലുൻ, ഒരു മനുഷ്യനൊഴികെ, ഖറജ ബിനഫ്സിഹി വ മാലിഹി ഫലം യർജിഉ മിൻ ദാലിക ബിശൈഇൻ, ഒരു ആളൊഴികെ, ഒരു മനുഷ്യനൊഴികെ. എന്താണ് ആ മനുഷ്യന്റെ പ്രത്യേകത? ഖറജ ബിനഫ്സിഹി വ മാലിഹി, അദ്ദേഹം ജിഹാദിന് പുറപ്പെട്ടു, നഫ്സുമായിട്ട്, തൻ്റെ ശരീരവുമായിട്ട്, തൻ്റെ സമ്പത്തുമായിട്ട് ആ മാർഗത്തിൽ പുറപ്പെട്ടു. ഫലം യർജിഉ, അവൻ മടങ്ങി വന്നില്ല. മിൻ ദാലിക മിഷ്, ഒന്നുമായിട്ട് മടങ്ങിയില്ല, സമ്പത്തുമായിട്ടോ അവൻ്റെ ശരീരവുമായിട്ടോ മടങ്ങിയില്ല എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദായി മരണപ്പെട്ടു. അതൊഴികെ എന്നാണ്. അപ്പോൾ കൊല്ലപ്പെടുക അല്ലെങ്കിൽ പിന്നെ രക്തസാക്ഷിയാവുക, മരണപ്പെടുക, യുദ്ധത്തിൽ ജിഹാദിൽ മരണപ്പെട്ടു ആൾക്ക് അത്രയും എത്തുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാഖ്യാനിച്ചു. പക്ഷെ കൊല്ലപ്പെട്ടാതെ തിരിച്ചു വന്നാൽ അതിനേക്കാളും മഹത്വമുള്ള പ്രവർത്തനങ്ങളാണ് ദുൽഹജ്ജ് മാസത്തിൽ നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇതിൻ്റെ പ്രത്യേകതകൾ, പ്രാധാന്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുക? ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി അടുത്ത ദുൽഹജ്ജ് മാസത്തിൽ നമ്മൾ ആരൊക്കെ ജീവിച്ചിരിക്കും എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ കൊഴിഞ്ഞു പോകുന്ന നഷ്ടപ്പെട്ടു പോകുന്ന ഈ ദിനങ്ങളിൽ നമ്മൾ മാറ്റിവെക്കണം കുറച്ച് ഖുർആൻ പാരായണവും അതേപോലെ സൽക്കർമ്മങ്ങൾ. എന്താണോ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങൾ, ആരാധനാ കർമ്മങ്ങൾ, ഇതിനൊരു പ്രത്യേകതയുണ്ട് എന്നാണ്. എന്തുകൊണ്ടാണ് ഇത്തരം ഈ ദിനങ്ങൾക്ക് ഇത്രമാത്രം മഹത്വവും പ്രാധാന്യവും കൈവരാൻ കാരണം എന്ന് പണ്ഡിതന്മാർ ആലോചിച്ചിട്ടുണ്ട്, പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ മറുപടി, വല്ലദീ യുദ്ഹിറു അന്ന സബബ ഫീ ഇംതിയാസി അശറ ദിൽഹിജ്ജ ലിമകാനി ഇജ്തിമാഉ ഉമ്മഹാത്തിൽ ഇബാദാതി ഫീഹി വഹിയ അസ്സലാത്തു വസ്സിയാമു വസ്സദഖ വൽഹജ്ജു വലാ യഅതി ദാലിക ഫീ ഗൈരിഹി. അതായത് സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഈ 10 ദിവസത്തിന് മഹത്വം എന്ന് പറയുകയാണ്, ഈ 10 ദിനങ്ങളിൽ ആരാധനകളുടെ പ്രധാനപ്പെട്ട ആരാധനകളെല്ലാം ഒന്നിച്ചു വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒന്നിച്ചു വരുന്ന സന്ദർഭം വേറെ ഇല്ല. ഒന്നിച്ചു വരുന്ന ഒരു സന്ദർഭം വേറെ ഇല്ല എന്നുള്ളതാണ്. ഹജ്ജ് ഒന്നിച്ചു വരുമോ? ഇല്ല. പക്ഷെ ഹജ്ജ് കൂടി വരുന്നു, ഇവിടെ കടന്നു വരുന്നു. അതായത് വഹിയ അസ്സലാത്തു, നമസ്കാരം വരുന്നു, സിയാമു വരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1 മുതൽ 9 വരെ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിച്ചതായിട്ട് കാണാം. ഈ ദുൽഹജ്ജ് ആദ്യത്തെ 10 ദിനങ്ങളിൽ പ്രവാചകൻ 1 മുതൽ 9 ദിവസങ്ങളെ വരെ നോമ്പനുഷ്ഠിച്ചതായിട്ടൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള. അപ്പം നോമ്പ് വരുന്നു. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് യൗമു അറഫ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത 2ാമത്തെ ഖുത്ബയിൽ അത് അല്പം വിശദീകരിക്കാം. അപ്പോൾ സ്വതക്കകൾ ചെയ്യുന്നു ആളുകൾ, ധർമ്മങ്ങൾ ചെയ്യുന്നു. ഇപ്പം നമ്മൾ മനസ്സിലാക്കിയിട്ട് പിന്നെ സക്കാത്തിൻ്റെ മാസം റമദാനല്ല, അത് എപ്പോഴാണോ നമ്മളുടെ കയ്യിൽ അതിനുള്ള നിസാബ് എത്തുന്നത് അപ്പോൾ കൊടുക്കുക എന്നുള്ളതാണ്. അത് പിന്നെ റമദാനിൽ എന്താ ചെയ്യുന്നത്? റമദാനിൽ കൊടുത്താൽ കൂടുതൽ പുണ്യങ്ങൾ ലഭിക്കുന്നു എന്നതുകൊണ്ട് റമദാനിലേക്ക് അത് മാറ്റിവെക്കുന്നു എന്ന് മാത്രമാണ്. പക്ഷേ റമദാനല്ല സക്കാത്തിൻ്റെ മാസം എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വതക്ക അഥവാ സക്കാത്ത് പോലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ എന്ത് വരുന്നു? ഇവിടെ കടന്നു വരുന്നുണ്ട്. ആളുകൾ ധർമ്മങ്ങൾ ചെയ്യുന്നു, അതൊക്കെ കടന്നു വരുന്നു. പിന്നെ ഹജ്ജ് കടന്നു വരുന്നു. ഹജ്ജ്, ഉംറ, പിന്നെ ഉളുഹിയ്യ, ഇതെല്ലാം ഇങ്ങനെ എല്ലാ ആരാധനാ കർമ്മങ്ങളും, നോമ്പും നമസ്കാരവും ഹജ്ജും ഉംറയും ഉളുഹിയ്യത്തും പെരുന്നാൾ നിസ്കാരവും എല്ലാം വെള്ളിയാഴ്ചയും എല്ലാം ഇങ്ങനെ ഈ 10 ദിനങ്ങളിൽ കടന്നു വരുന്നത് കൊണ്ടായിരിക്കാം അതിന് ഇത്രമാത്രം മഹത്വം ഉണ്ടാകാൻ കാരണമെന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കി, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് കഴിവിൻ്റെ പരമാവധി എല്ലാവരും നോമ്പും
സ്വതക്കയും ഖുർആൻ പാരായണവും ഇസ്തിഗ്ഫാറും എല്ലാം ഇസ്തിഗ്ഫാർ പടച്ചവനോട് പാപമോചനങ്ങൾ തേടി കൊണ്ടും ഒക്കെ നമ്മൾ കഴിച്ചു കൂട്ടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ കർമ്മമാണ് ദുൽഹജ്ജ് 9 സൂര്യ ഉദയം മുതൽ അല്ലെങ്കിൽ ഉച്ച മുതൽ സൂര്യാസ്തമയം വരെ അറഫയിൽ നിൽക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ്. അൽ ഹജ്ജു അറഫ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. ഹജ്ജാണ് അല്ലെ അറഫയാണ് ഹജ്ജ് എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. അറഫ ഇല്ലെങ്കിൽ കിട്ടാത്തവർക്ക് എന്തില്ല? ഹജ്ജില്ല, ഹജ്ജ് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോയ ആളുകളൊക്കെ നമ്മുടെ സഹോദരന്മാർ അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് അവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചെത്താനുള്ള എല്ലാവിധ തൗഫീക്കും അല്ലാഹു അവർക്ക് നൽകുമാറാവട്ടെ. അവരുടെ ഹജ്ജും ഉംറയും അവരുടെ ആ യാത്രയും അല്ലാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ആ ഇവിടുന്ന് പോയ ആളുകൾ അവിടെ എത്തി ചിലപ്പോൾ ഒരു പക്ഷേ രോഗികളായേക്കാം, ചിലർ അത്യാസന്ന നിലയിലൊക്കെ ആയിപ്പോയേക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ഹോസ്പിറ്റലുകളിലൊക്കെ അഡ്മിറ്റായി പോകാറുണ്ട്. ആ കാരണത്താൽ ഇപ്പം അറഫ വരുമ്പോൾ എന്ത് ചെയ്യും? ആ ഹോസ്പിറ്റലുകാർ ഈ അറഫയുടെ ഏതെങ്കിലും ഒരു ബൗണ്ടറിയിൽ കൊണ്ടുപോയി ആംബുലൻസിൽ നിന്നോ ഇരുന്നോ കിടത്തിയോ ഒക്കെ കുറച്ചു നേരം അവർക്ക് ആ ഹജ്ജ് ലഭിക്കട്ടെ എന്ന് വിചാരിച്ച് അതെന്ത് ചെയ്യും? അവരെ അവിടെ കൊണ്ട് നിർത്താറുണ്ട്. അത് ഇതിൻ്റെ ആ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ്. ഹജ്ജ് അറഫ ഇല്ലെങ്കിൽ പിന്നെ ഹജ്ജ് ലഭിക്കുകയില്ല എന്ന്. അപ്പോൾ ഈ അറഫക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഖുർആനിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കറിയാം, സൂറത്തു വസ്സമാഇ ദാത്തിൽ ബുറൂജ്, സൂറത്തുൽ ബുറൂജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വ മശ്ഹൂദ്. ഏതാണ് ആ മഷ്ഹൂദ് എന്ന് പറയുന്നത്? ഈ മഷ്ഹൂദ് എന്നത് അത് അറഫ ദിനത്തെ സംബന്ധിച്ചാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ യൗമുൽ മൗഊദ് യൗമുൽ ഖിയാമ. അതായത് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമുൽ ഖിയാമയാണ്, അഥവാ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളാണ്. വൽ യൗമുൽ മശ്ഹൂദ്, സാക്ഷ്യം വഹിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞത് ഇതാണ്. ഏത്? യൗമു അറഫയെ സംബന്ധിച്ചാണ്. വശാഹിദ് എന്ന് പറഞ്ഞത് യൗമുൽ ജുമയാണ്, അതായത് ഈ ദിനത്തെ നമ്മളിപ്പോൾ ഇരിക്കുന്ന ദിവസത്തെ സംബന്ധിച്ചാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സ്വഹീഹു തുർമുദിയിൽ കാണാവുന്നത്. അപ്പോൾ ഖുർആനിൽ പോലും പരാമർശിച്ചിട്ടുള്ള കാര്യമാണ് എന്ത്? അറഫ ദിനത്തെ സംബന്ധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ അറഫയിൽ നിൽക്കുന്ന ആളുകളെ നോക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനം കൊണ്ട് മലക്കുകളോട് പറയുമെന്നാണ്. എന്താണ്? ഉൻദുറു ഇലാ ഇബാദി ആതൂനി ശുഗ്സൻ ഷൂസൻ വബ്റ. അതാ എൻ്റെ അടിയാന്മാർ എൻ്റെ വിളിക്കിതാ ഉത്തരം നൽകിതാ വന്നിരിക്കുന്നു. എന്താണ്? പൊടി പിടിച്ച ശരീരവും ജട പിടിച്ച തലയുമായി അവരിതാ എൻ്റെ വിളിക്ക് ഉത്തരം നൽകിതാ വന്നിരിക്കുന്നുവെന്ന് അഭിമാനം കൊണ്ട് അള്ളാഹു പറയുമെന്നാണ്. അതുപോലെ കൂടുതൽ ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസം കൂടിയാണ്. അള്ളാഹു ഇറങ്ങി വരുന്ന സമയമാണ്. അള്ളാഹു ഏറ്റവും അടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്നാണ് അറഫയിൽ. ആ ഒരു സമയവും കൂടിയാണ്. അപ്പോൾ അള്ളാഹു അതിനൊക്കെ നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ. ആ അറബ ഭൂമിയിൽ പുണ്യഭൂമിയിൽ എത്തിച്ചേരാനും അവിടെ പ്രാർത്ഥിക്കാനും പിന്നെ അവിടെ നമ്മൾ ഇസ്തിഗ്ഫാറും പാപമോചനവും ഒക്കെ നടത്തിയ ആ പുണ്യഭൂമിയിൽ കാലുകുത്താനുമുള്ള
അവസരം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. അപ്പോൾ അള്ളാഹു കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു ദിനം അറഫ ദിനത്തേക്കാൾ മറ്റൊന്നും ഇല്ല എന്നാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് ഈ ദിവസങ്ങളിലാണ്. അതുപോലെ തന്നെ അറഫ ദിനത്തിലെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ ഉത്തരം ലഭിക്കും. അറഫ ദിനത്തിലെ പ്രാർത്ഥനയെ സംബന്ധിച്ച് പറഞ്ഞു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഖൈറു ദുആഇ ദുആഉ യൗമിൽ അറഫ യൗമി അറഫ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന. അതുകൊണ്ട് അറഫയിലൊക്കെ പോയാൽ നമ്മൾ എന്ത് ചെയ്യുക, റബ്ബിനോട് കരഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പരലോക വിജയത്തിനു വേണ്ടി, അതേപോലെ നമ്മുടെ ഭൗതികപരമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി, ആഗ്രഹങ്ങൾക്ക് വേണ്ടി, ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയൊക്കെ റബ്ബിനോട് നമ്മൾ തേടേണ്ട സന്ദർഭമാണത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന പോലും നമുക്ക് കാണാവുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അറഫയിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. നമ്മൾ ഹജ്ജിന് പോകുന്ന ആളുകൾ, നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ആളുകൾ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി പോകുമ്പോൾ അത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ തൗഹീദ് വളരെ പ്രധാനമാണ്. അതില്ലെങ്കിൽ ആ യാത്ര മുഴുവനും പാഴായി. ഇത് നമ്മുടെ പിന്നെ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ അടിച്ചു വെച്ചതല്ല, അള്ളാന്റെ ഗ്രന്ഥത്തിൽ നിന്ന് പറയുന്നതാണ്. ഇവിടെ പല ആളുകളും അറിവില്ലാതെ ഈ പണ്ഡിത പുരോഹിതന്മാർ പറഞ്ഞു കൊടുക്കുന്ന എന്താണോ അതനുസരിച്ചുകൊണ്ട് ചിലർ നേർച്ച വരെ നേരുകയാണ്. ഞാൻ എൻ്റെ ഹജ്ജ് കൃത്യമായി നിർവഹിച്ച് തിരിച്ചു വന്നാൽ ഞാൻ ഇന്ന പള്ളിയിലേക്ക് ആടിനെ നേർച്ചയാക്കി കൊടുത്തേക്കാം, ഇന്ന ഔലിയാക്ക്, ഇന്ന പള്ളിയിലേക്ക്, ഭീമാ പള്ളിയിലേക്ക് അല്ലെങ്കിൽ കടുവ പള്ളിയിലേക്കൊക്കെ നേർച്ച അല്ലെങ്കിൽ ഇന്ന ആ പള്ളിയിൽ പോയി ഞാൻ സിയാർത്ത് ചെയ്തേക്കാം. ഒക്കെ ഇന്ന് നെയ്യത്താണ്. സഹോദരങ്ങൾ, ഇത് ആര് പഠിപ്പിച്ചു? അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ യാത്രയും നഷ്ടപ്പെട്ടു, നമ്മുടെ പണവും നഷ്ടപ്പെട്ടു. പരലോകത്ത് ഒരു വിധത്തിലുള്ള ഞാൻ ഹാജിയാണെന്നുള്ള ഒരു പരിഗണനയും ലഭിക്കുകയില്ല. കാരണം ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത കാര്യമാണ് ഷിർക്ക് എന്നത്. അള്ളാഹു പുറത്തു കൊടുക്കുന്ന പാപമുണ്ട്, പക്ഷെ ഷിർക്ക് അള്ളാഹു ആർക്കും പുറത്തു കൊടുക്കുകയില്ലെന്ന പശ്ചാത്തപിക്കാതെ, അതിൽ നിന്ന് മാറാതെ ജീവിച്ചിരിക്കുമ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ അതിൽ നിന്ന് വിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയാലല്ലാതെ നമുക്കൊരിക്കലും നമ്മുടെ ഹജ്ജ് കൊണ്ടോ നമ്മുടെ നിസ്കാരം കൊണ്ടോ നമ്മുടെ നോമ്പ് കൊണ്ടോ യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വരാൻ പോകുന്ന ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിൽ ഇവിടെ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഇൻഷാ അല്ലാഹ് അവിടെ അറഫ നടക്കുമ്പോൾ നമുക്ക് അറഫ ആയിട്ടില്ല. നമ്മൾ ദുൽഹജ്ജ് 9 നോമ്പെടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അറഫ ദിവസത്തിൽ നിങ്ങൾ നോമ്പെടുക്കുക, അല്ലെങ്കിൽ ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നോമ്പെടുക്കുക എന്ന് പ്രവാചകൻ പഠിപ്പിച്ചില്ല. ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും നോമ്പെടുക്കാൻ സാധിക്കുകയില്ല. ചില നാടുകളിലൊക്കെ അർദ്ധരാത്രി ആയിരിക്കും. രാത്രി നോമ്പില്ലല്ലോ, പകലല്ലേ നോമ്പുള്ളത് അല്ലേ? പകലാണല്ലോ നോമ്പ് എന്ന് പറയുന്നത്, രാത്രി നോമ്പില്ല. പല സ്ഥലങ്ങളിലും പല നാടുകളിലും അറഫ ഹാജിമാർ പകലവിടെ നിൽക്കുമ്പോൾ പല സ്ഥലങ്ങളിലും രാത്രി ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ ശരിയാകും? അപ്പോൾ എല്ലാവർക്കും സ്വീകാര്യമായ തരത്തിൽ എന്ന് മാത്രമല്ല, ഈ പുതിയ ഇതൊക്കെ വരുന്നതിന് മുമ്പ് ഇതൊന്നും അറിയാതെ എത്രയോ ലക്ഷങ്ങൾ മനുഷ്യർ നോമ്പെടുത്ത് പോയിട്ടുണ്ട്. അവർക്ക് എന്താണ് അറഫ എപ്പോഴാണ്, അവിടെ എപ്പോഴാണ്, എന്താണെന്ന് ഒരു വിവരവുമില്ല, ഒരു അറിവുമില്ല. അപ്പോൾ ഇസ്ലാം പ്രായോഗികമാണ്. ഏത് സമയത്താണ് നമ്മുടെ നാട്ടിൽ എന്നാണോ അറഫ ദുൽഹജ്ജ് 9 വരുന്നത് അന്ന് നോമ്പെടുക്കുക. അതാണ് ഇസ്ലാമികമായ ഫിഖ്ഹ് എന്ന് പറയുന്നത്. അത് കാഴ്ചയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഓരോ എല്ലാം അങ്ങനെയാണല്ലോ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. സൗദി നോക്കിയിട്ടാണോ നമ്മളിവിടെ വാങ്ങി വിളിക്കുന്നത്? ഇപ്പോഴും അവിടെ ജുമാ ആയിട്ടില്ല. നമ്മൾ നേരത്തെ ജുമാ, അവിടെ ഇപ്പോൾ 2.5 മണിക്കൂറത്തെ വ്യത്യാസമുണ്ട് നമ്മുടെ നാടുമായിട്ട്. അവിടെ ജുമാ ആയിട്ടില്ല. അങ്ങനെ ഓരോ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എപ്പോഴാണോ ദുൽഹജ്ജ് വരുന്നത് അപ്പോൾ ആ ദുൽഹജ്ജ് നമ്മുടെ നാട്ടിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ചയായിരിക്കും. ശനിയാഴ്ചയാണ് പെരുന്നാൾ.
അപ്പോൾ വെള്ളിയാഴ്ച അറഫ നോമ്പ് വരാനുള്ള ഒരു വർഷത്തെയും കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും പാപങ്ങൾ അള്ളാഹു പൊറുക്കപ്പെടുമെന്നാണ്. വരാനുള്ളതും കഴിഞ്ഞുപോയതുമായ വർഷത്തെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം അറഫ ദിനത്തിലെ നോമ്പിനെ സംബന്ധിച്ച്. അപ്പോൾ ആ നോമ്പ് നമ്മളെല്ലാവരും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് വരാനിരിക്കുന്ന പാപങ്ങൾ എന്ന് പറഞ്ഞാൽ, വരാനുള്ള വർഷത്തിലെ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ള തെറ്റുകളിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ച് നിർത്തും. അങ്ങനെ ആയേക്കാം തൗഫീക്ക്, അതിൽ നിന്ന് മാറാൻ, തെറ്റുകളിൽ നിന്നും നമ്മളെ സംരക്ഷിച്ച് നിർത്തിയേക്കാം. അല്ലെങ്കിൽ തൗബ ചെയ്യാനുള്ള ഒരു അവസരം അള്ളാഹു നമുക്ക് നൽകിയേക്കാം. ഇതൊക്കെയാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കി ഇൻഷാ അള്ളാ നമ്മൾ വരുന്ന വെള്ളിയാഴ്ച ആയിരിക്കും അറഫ ആയിരിക്കുമെന്നല്ല ഇൻഷാ അള്ളാ നമ്മൾ ആ ദിവസം കണക്കാക്കി നമ്മൾ നോമ്പെടുക്കുക. ഐക്യദാർഢ്യം എന്ന് പറയുന്ന ഒരു സംഭവം ഒന്നുമില്ല. ചിലരൊക്കെ ഈ ഐക്യദാർഢ്യം പറഞ്ഞു വരുന്നുണ്ട്. ഐക്യദാർഢ്യം അങ്ങനെ പിന്നെ ഐക്യദാർഢ്യമാണെങ്കിൽ അവർ നോമ്പെടുക്കണ്ടേ? അറഫയിൽ നിൽക്കുന്ന ആളുകൾക്ക് നോമ്പായിരിക്കണ്ടേ? അപ്പോഴല്ലേ നമ്മൾ നോമ്പെടുത്ത് അവരുമായിട്ട് ഐക്യപ്പെടുന്നത്. അവർക്ക് നോമ്പില്ല, അവർക്ക് ദിക്റുകളും പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നോമ്പെടുക്കാനില്ല. നോമ്പ് നമുക്കാണ്, മറ്റുള്ളവർക്കാണ് നോമ്പ് നിശ്ചയിച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളുടെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. ഈ ദുൽഹജ്ജ് മാസത്തിൽ പുണ്യങ്ങൾ കൂടുതൽ നേടിയെടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ നാടിനെ എല്ലാവിധ ആപത്തിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്ക് അനുകൂലമായ കാലാവസ്ഥ നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മഴയെയും അതേപോലുള്ള അതുമായി ബന്ധപ്പെടുന്ന എല്ലാത്തിൽ നിന്നും അള്ളാഹു നമുക്ക് അനുകൂലമായ ഖൈറും ബർക്കത്തുമായിട്ട് ഈ കാലാവസ്ഥയെ അള്ളാഹു നമുക്ക് മാറ്റിത്തരുമാറാവട്ടെ. നമ്മുടെ ജീവിത പരീക്ഷണങ്ങളിൽ നിന്ന്, നമ്മളുടെ കച്ചവടത്തിൽ, അതേപോലെ തന്നെ നമ്മുടെ മറ്റുള്ള നമ്മൾ ബന്ധപ്പെടുന്ന സംരംഭങ്ങൾ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ഈ പള്ളിക്ക് വേണ്ടി ധാരാളം ആളുകൾ സദഖയും അതേപോലെ തന്നെ ഹദിയയും ഒക്കെ നൽകാറുണ്ട്. എല്ലാ സഹോദരന്മാർക്കും അള്ളാഹു അതിനുള്ള അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, ഈ പള്ളിയുടെ പ്രവർത്തനം നേരെ ചൊവ്വെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും ആവശ്യമാണ്. ഈ മാസത്തിൻ്റെ പ്രത്യേകതയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താണോ സാധിക്കാതെ സംഭാവനകൾ ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.